ഡൽഹി വോട്ടെണ്ണലിലെ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ ബി.ജെ.പി. മുന്നിൽ 15 സീറ്റുകളിലാണ് ബി.ജെ.പിയുടെ മുന്നേറ്റം. ആം ആദ്മി 5 സീറ്റുകളിൽ സ്ഥാനം നിലനിർത്തുന്നു. മിനിറ്റുകൾ കൊണ്ട് തന്നെ ലീഡുകൾ മാറി മറിയുന്ന സ്ഥിതിയാണ്. ആർ.കെ. പുരത്തും രോഹിണിയിലും ബി.ജെ.പി. മുന്നിലാണ്. കോൺഗ്രസ് നിലവിൽ ചിത്രത്തിലില്ല. 10 മണിയോടെ ട്രെൻഡ് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണിയത്. നിലവിൽ കെജ്രിവാളും അതിഷയും സിസോദിയയും പിന്നിലാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് സൂചന. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളുന്ന എ.പി. പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കോൺഗ്രസ് എത്ര വോട്ട് നേടുമെന്നതും ഇത്തവണ നിർണായകമാകും. ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് മനീഷ് സിസോദിയ പറഞ്ഞു. അതേസമയം തോൽവി ഭയന്ന എ.പി. സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 60.54% പോളിംഗ്. തുടർഭരണം ലക്ഷ്യമിടുന്ന ആം ആദ്മി പാർട്ടിയും 1/4 നൂറ്റാണ്ടിന് ശേഷം അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ബി.ജെ.പിയും തമ്മിലാണ് പ്രധാന മത്സരം. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ബി.ജെ.പിക്കാണ് മുൻതൂക്കം. 70 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റ് വേണം. 2020 ആം ആദ്മി 62 സീറ്റും ബി.ജെ.പി. 8 സീറ്റുമാണ് നേടിയത്. ജനകീയ അടിത്തറയിലാണ് ആം ആദ്മിയുടെ വിശ്വാസം. കോൺഗ്രസ് നില മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലുമാണ് ദേശീയ രാഷ്ട്രീയഗതിയെ നിശ്ചയിക്കുന്നതാകും ഡൽഹി ഫലം.